സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പച്ചക്കറികളുടെ നല്ല അറിവുകൾ, നല്ല ചിന്തകൾ ആയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളുടെ ഗുണം എന്തുമാത്രമുണ്ട് എന്ന് നമ്മുടെ പേരക്കുട്ടികൾ അറിയണം, ഇന്ന് വളർന്നു വരുന്ന തലമുറ അറിയണം, പുതിയ ന്യൂ ജനറേഷൻ അറിയണം. അവർക്കേറെ ഗുണകരമാവട്ടെ, അവർക്ക് ജീവിതത്തിൽ ആരോഗ്യപ്രദമായ ജീവിതം നയിക്കാൻ കഴിയട്ടെ, അവർ രോഗികളായി മാറാതിരിക്കട്ടെ, രോഗപ്രതിരോധ ശേഷി അവർ ആർജിച്ചെടുക്കട്ടെ. ഇന്നത്തെ വിഷയം പട്ടാണിക്കടലയാണ്. പട്ടാണിക്കടല പ്രോട്ടീന്, ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് പട്ടാണിക്കടല. ഊർജത്തെയും അഥവാ ശക്തിയെ വളരെയധികം നൽകാൻ സഹായിക്കുന്നുണ്ട്. ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രമേഹ രോഗത്തിനെ നിയന്ത്രിക്കാൻ നല്ലതാണ്. പക്ഷേ ദോഷവശങ്ങളുമുണ്ട്. ഗ്യാസ് ഉള്ളവർക്ക് ചിലപ്പോൾ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അളവൊന്ന് കുറച്ച്, എന്നാലും എല്ലാ ദിവസവും കുറേശ്ശെ കഴിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: തലച്ചോറിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. കാബേജാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: ചർമ്മ ചുളിവുകളെ അകറ്റാൻ ഉള്ള ഏറ്റവും നല്ല ഒരു ഔഷധ ചെടി ഏതായിരിക്കും? ഉത്തരം തരണം. ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളുടെ ഗൃഹവൈദ്യ പാഠപുസ്തകം മേടിച്ചു വയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. എന്ത് വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ആ ഉത്തരം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും, അതൊരു അനുഭവമായി മാറും. തന്നെയുമല്ല, 60 വർഷങ്ങൾക്കപ്പുറത്ത് ആശുപത്രികളൊന്നും ഇത്രയും വളരാത്ത കാലത്ത് ഇതുപോലുള്ള ഔഷധച്ചെടികൾ കൊണ്ടും ഇതുപോലെയുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചുമൊക്കെയായിരുന്നു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവർ സ്വന്തമായി കൃഷി ചെയ്തിട്ടായിരുന്നു, കടയിൽ നിന്ന് വാങ്ങിയല്ല. അതുകൊണ്ട് ആ ഒരു നല്ല അറിവുകൾ ഇനി വരുന്ന പുതുതലമുറയ്ക്ക് നമുക്ക് പഠിപ്പിച്ചെടുക്കണം. അവരുടെ വീടുകൾക്ക് മുമ്പിൽ അവർ 10 പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാൻ അവരെ പ്രാപ്തമാക്കിയെടുക്കണം. അപ്പം അതിനുള്ള അറിവ് ഇന്നേ കുഞ്ഞുങ്ങൾക്ക് പകർന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് ഉയരാം, വളരാം, ആരോഗ്യത്തിൽ നന്നായി കൂടുതലായിട്ട് ഉയർച്ച നേടാം, പ്രകൃതിയെ സ്നേഹിക്കാം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. നന്ദി, നമസ്കാരം.